ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപ് എന്ന സീരിയലിൻ്റെ കഥയൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും കൂടെ കൊല്ലത്തിന് പോവുകയാണ്. അവിടെ സ്നേഹഭവനം എന്നുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റിൻ്റെയും അനാഥ പിള്ളേരെ നോക്കുന്ന അവിടെ ഇവരുടെ ചിന്നുമോളെ ആക്കിയിട്ടുണ്ട്. ആ ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർ ഇറങ്ങുകയാണ്. അപ്പോൾ എന്തോ തമാശ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ ചാടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട് അലീന, ഇടി നോക്കി സ്റ്റെപ്പ് ഇറങ്ങി നടക്കടി, നീ ഇങ്ങനെ ചാടി കാലിനും വല്ലതും പറ്റി കഴിഞ്ഞാൽ ഞാൻ നിന്നെ നോക്കാം, ഇവിടെ ആരുമില്ല കേട്ടോ പറയും. ഭർത്ത വഴിക്ക് അറിയാം, ആൻറ്റി ഉണ്ടല്ലോ അറിയും. പിന്നെ അവർ നോക്കാനാണ് നിന്നെ കൊടു നിർത്തിയത്, എന്നിട്ട് നിന്നെ അല്ല അവർ നോക്കുന്നേ എന്നൊക്കെ പറയും. അതൊക്കെ നോക്കും എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നുണ്ട്. അതിനിടയ്ക്ക് രേവതിക്കുട്ടി, ആൻറ്റി ഞങ്ങൾ ഇറങ്ങും കേട്ടോ, ഞങ്ങൾ പോവുകയാണേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിൽക്ക് ഞാനിതാ വരുന്നു, നിൽക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അത് അവിടുന്ന് ഇങ്ങനെ വിളിച്ച് പറയാണ്. ഒരു എന്തോ അകത്തുനിന്ന് വിളിച്ച് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് സോഫയിലിരിക്കുന്നുണ്ട്, അലീനയും രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടി പറയും, ചേച്ചി മോൾക്ക് ചിനുമോൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ, സ്വീറ്റ്സോ ഉടുപ്പോ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ? എല്ലാം മേടിക്കണം, പക്ഷെ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, നമ്മളിനി അവിടെ ചെന്ന് തിരിച്ച് ഇങ്ങോട്ട് എത്തണ്ടേ, സമയം ഉണ്ടാവുമെന്ന് അറിയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും അപ്പോൾ കാണാം ഇയാൾ മാമച്ചൻ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ കാണാം അങ്കിൾ എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്തായാലും ഇവിടുന്ന് പോയില്ലേ, പിന്നെ ഞങ്ങളെന്തിനാ വിളിക്കുന്നത്, ഞങ്ങൾ പോവാ എന്നറിയും. അല്ല അങ്കിൾ എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തിനാ നീ അറിയുന്നേ എന്ന് പറഞ്ഞിട്ട് ഗ്രഹസമയം വരും. ആൻറ്റിയും പോകുന്നുണ്ടോ? പിന്നെ ഇത് കൊള്ളാം, എൻ്റെ ഭർത്താവുമ്പോൾ എനിക്ക് പോകണ്ടേ പിന്നെ എന്ന് പറയും. അതാ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് അറിയും. എടി ഇതിപ്പോൾ എന്തിനാ അറിയുന്നത്, നീ അറിയുന്നേ, ഞങ്ങൾ പോകുന്നിടത്തേക്ക് എന്തിനാ, ഞങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ നീ അറിയുന്നത്, നിങ്ങൾ പോവല്ലേ, പിന്നെ എന്തിനാപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നത്, ഞങ്ങളും പോവാ എന്ന് പറയും. വേറൊരു ദിവസമായിരുന്നെങ്കിൽ എനിക്കും കൂടെ വരായിരുന്നു എന്നിങ്ങനെ പറയും രേവതിക്കുട്ടിയുടെ. അങ്ങനെ ഇപ്പം നീ വരണ്ട എന്ന് പറയും ഗ്രേസമ്മ. അപ്പോൾ പറയും ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ മാറി നിൽക്കുക. ഞാൻ മിണ്ടൂല, തെറ്റി പിണങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ മാമച്ചനും ഗ്രേസമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിലും അറിയും ആലപ്പുഴയിൽ ആരാ ഉള്ളത്, ആലപ്പുഴയ്ക്ക് പോകാമെന്ന് പറയാണ് മാമച്ചൻ. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകാമെന്ന് അറിയാം. ആലപ്പുഴ ആരാ ഉള്ളതെന്ന് ചോദിക്കും. ആലപ്പുഴ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ, നീ എന്തിനാ അതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യാം ഗ്രേസമ്മോ, ഇവരെന്തായാലും കൊല്ലത്തിന് പോകില്ലേ, നമ്മൾ ആലപ്പുഴയ്ക്കും അല്ലേ പോകുന്നേ എന്നറിയാം. അപ്പോൾ അലീന പറയാം ശരിയാണ്, ആലപ്പുഴ വഴിയാണല്ലോ കൊല്ലം പോകുന്നത്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളിങ്ങോട്ട് കയറ്, എന്നിട്ട് ഞങ്ങൾ ആലപ്പുഴ ഇറക്കി തരാം. നിങ്ങൾ എന്നിട്ട് എങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പം ട്രെയിനാണോ ചോദിക്കും. ഇല്ല ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് അവിടുന്ന് ബസ്സിന് പോകാമല്ലോ, എന്തായാലും ആലപ്പുഴ വരെ ഞങ്ങളുണ്ട്, നിങ്ങളും കൂടെ പോരെ എന്നറിയും. അപ്പോൾ അത് ശരിയാണല്ലോ എന്നറിയും ഗ്രേസമ്മ. അപ്പോൾ എടുത്തൊഴിക്ക് രാജക്കുട്ടി പറയും, വേണ്ട, നമ്മളൊക്കെ പാവങ്ങളല്ലേ, അവരൊക്കെ പൊക്കോട്ടെ എന്നറിയും. ഇടി നിന്നോടാ പറഞ്ഞാൽ അലീനെ വിളിച്ച് കാറി കയറാൻ എന്നിങ്ങനെ പറയും. വേണ്ടാന്നേ എന്നറിയും. അപ്പോൾ പറയും ഞാൻ കൂട്ടില്ല, പിണങ്ങിയിരിക്കുക എന്നൊക്കെ പറയും. നീ ഒരു പിണക്കക്കാരി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു സ്നേഹം. അപ്പോൾ പറയും നിന്നോട് പറഞ്ഞ അനുസരിക്കുന്നില്ലെങ്കിലേ മാമച്ച ആ വടി ഇങ്ങോട്ട് എടുത്ത് ചൂരിൽ 2 പേടയുടെ കുറവുണ്ട് അവൾക്ക്. പലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഈ രേവതി അവരോട് കൊഞ്ചുന്നതും കളിക്കുന്നതും, അവരതുപോലെ അതിനോട് സ്നേഹത്തോടു കൂടി നിൽക്കുന്നതും ഒക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവസാനം പറയും കയറിപ്പോ അലീന, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കാറി കയറിക്കേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയും എല്ലാവരും കൂടെ കാറിൽ കയറുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ ഇവിടെ വൈജയന്തിയുടെ അമ്മ പാവം ഭക്ഷണം കഴിച്ച് കയ്യും കഴുകാണ്ട് പ്ലേറ്റ് മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനേനെ വല്ലാണ്ട് മിസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് വൈജയ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വിളിയാണ്. എന്ത് വിളി, കുറേ വിളിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലേ, എല്ലാവരും പോയോ, എന്നെ തനിച്ചാക്കി എല്ലാവരും പോയോ, ഇതെന്തൊരു കഷ്ടം നോക്കിയേ, ഇത്രയും നേരമായിട്ട് ഞാനിവിടെ ഉണ്ടോയെന്ന് പോലും അന്വേഷിക്കുന്നില്ല, എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ല കൈ കഴുകാൻ, പിന്നെയും വിളിക്കും വൈജയ് പറഞ്ഞിട്ട് വിളിക്കാൻ. അപ്പോൾ ബാലചന്ദ്രനെ അങ്ങോട്ട് വരിക, എന്താ അമ്മേ എന്ന് വെച്ചിട്ട് വരികയാണ്. ഒന്നും പറയണ്ട മോനെ, ഇത് കണ്ടോ, ഭക്ഷണം തന്നിട്ട് ഇതുവരെ എൻ്റെ കൈയൊന്നും കഴുകിയിട്ടില്ല, അതാണോ, ഞാൻ വെള്ളം എടുത്ത് തരാമല്ലോ എന്ന് പറയും. അയ്യോ അത് വേണ്ട മോനെ, വൈജയോട് പറഞ്ഞാൽ മതി, അവൾ ചെയ്തോളും എന്ന് പറയും. അപ്പോൾ അതെന്താ ഞാനെടുത്ത് തന്നാൽ എന്താ കുഴപ്പം അമ്മേ, ഞാനത്ര വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് ജനിച്ച ആളൊന്നുമല്ല, അമ്മയ്ക്ക് അറിയുന്നതല്ലേ,
എനിക്കും ചെയ്യാം ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി പോയിട്ട് ഒരു കപ്പിൽ ലേശം വെള്ളം കൊടുന്ന് കൊടുക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആ കൊച്ചുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അറിയണില്ല കേട്ടോ, എല്ലാം അവൾ വന്ന് ചെയ്തു തരുന്ന നേരത്തിന് മരുന്നും, ഇന്നലൊന്നും ഞാൻ മരുന്ന് പോലും കഴിച്ചിട്ടില്ല, എനിക്ക് ആരും എടുത്തൊന്നുമില്ല, ഞാൻ മറക്കുകയും ചെയ്തു, ചോദിക്കാൻ എനിക്ക് ഓർമ്മ വേണ്ടേ, മറ്റത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ കൊച്ച് എല്ലാ സമയങ്ങളിൽ എല്ലാം എനിക്കെടുത്ത് എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം അവൾ ചെയ്തു തരുമായിരുന്നു, ഒന്നും ഞാൻ അറിയണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ അലീനയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വൈജ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ, ബാലചന്ദ്രൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് വൈജ അങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട്. അപ്പോൾ പറയും, ബാലചന്ദ്രൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, നീ ഈ നിൽക്കുന്ന അടുത്ത് ഞാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കേണ്ട അടുത്ത് നീ ഇരിക്കുക, നിനക്ക് ഇരിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തോ ഒരു ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ തിരിച്ച്. ഇല്ല, മനസ്സിലായില്ല എന്ന് പറയും വൈജ. അപ്പോൾ പറയും, മനസ്സിലാവില്ല, അത് ആലോചിക്ക് എന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പറയും, നീ എന്താ അമ്മേ ബാലചന്ദ്രൻ പറഞ്ഞതെന്ന് വയ്ക്കും. അവർ എത്ര നേരമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ കൈയൊന്നും കഴുകിയിട്ടില്ല, ആ കൊച്ചുണ്ടെങ്കിൽ ഞാനിതൊന്നും അറിയില്ലായിരുന്നു, എല്ലാം അവളെ ഒന്ന് അന്വേഷിക്കുമായിരുന്നു, ഒന്നും എത്ര നേരമായി ഞാൻ വിളിച്ചിട്ടെന്നറിയും. അവൾ ഇതുവരെ വന്നില്ലേ, ഭവിയോട് ഞാൻ എല്ലാം പറഞ്ഞതാണല്ലോ, അവൾ വന്നില്ലേക്കും. എന്നിട്ട് ഭവിതേനെ വിളിക്കും, ഭവിതയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ വരും, എന്താ അമ്മ വെച്ചിട്ട്, നിന്നോട് ഞാൻ മുത്തശ്ശിയുടെ കൈ കഴുകാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മറന്നുപോയി, എനിക്ക് പഠിക്കാണ്ടായിരുന്നു, ഞാൻ കൃഷ്ണനോട് പറഞ്ഞതാണെന്നറിയും. പൂടി എവിടെ നിന്ന് എന്തടി എന്നൊക്കെ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അവൾ ഇനി വേറെ വല്ലവരോടും പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പേരക്കുട്ടികളെക്കുറിച്ച് നല്ല മതിപ്പാണ് മുത്തശ്ശിക്ക്. എന്നിട്ട് കൈ കഴുകി കഴിഞ്ഞിട്ട് പറയും, എനിക്ക് കഴിക്കാനുള്ള ഗുളികയും കൂടി ഒന്ന് എടുത്തു തരാൻ പറ്റുമോ, ആ കൊച്ചു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഞാൻ അറിയുന്നുണ്ട് ബുദ്ധിമുട്ട്, മറ്റേത് എൻ്റെ ഒരു കാര്യം അവൾ മറക്കില്ല, എല്ലാ സമയങ്ങളിൽ എനിക്ക് എത്തിച്ചു തരുന്നത്, അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ഒന്നും പറയാൻ നിവർത്തിയില്ല, കാരണം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അലീനേനെയും മറ്റേ ഇത് നേരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ. അങ്ങനെ ആ അമ്മയുടെ സങ്കടം പറച്ചിലൊക്കെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ ഇവരെല്ലാവരും കൂടെ കാറിലിങ്ങനെ പോകുന്നതാണ്. അവർ പിള്ളേർ രണ്ടുപേരും പിറകിലുണ്ട്, മാമച്ചനും ഗ്രേസമ്മയും മുന്നിൽ ഇരുന്നിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിങ്ങോട്ട് പോവാണ്. അപ്പോൾ പറയും അലീന, ആൻറ്റി ആലപ്പുഴ കഴിഞ്ഞു തോന്നുന്നു, ആലപ്പുഴ കഴിഞ്ഞോ എന്ന് ചോദിക്കും മാമച്ചൻ. കഴിഞ്ഞു തോന്നുന്നു, ആലപ്പുഴ ബൈപ്പാസ് കണ്ടു എന്ന് പറയും. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞില്ല എന്ന് പറയും. അയ്യോ ഞങ്ങളും ശ്രദ്ധിച്ചില്ല, അപ്പോൾ പുറത്ത് മഴ ഉണ്ട്, അപ്പം ഞങ്ങളും ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് രേവതിയും പറയുന്നു, രേവതിക്കുട്ടിയും പറഞ്ഞിട്ട്, അല്ല ആലപ്പുഴ കഴിഞ്ഞു കേട്ടോ എന്ന് പറയും. അശ്വടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊരു രണ്ടുപേരും കൂടെ നാടകം കളിക്കുന്നതാണേ. അപ്പോൾ ഇവരെ കൂടെ ഇറങ്ങിയത് തന്നെയാണ് അവരും. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പറയും, ഞങ്ങളിവിടെ ഇറക്കിക്കോ ആൻറ്റി, ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി പൊക്കോളാം എന്ന് പറയും. ഇനിയിപ്പോൾ ഇവിടെ ബസ് ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ 10-12 കിലോമീറ്റർ തിരിച്ച് ഓടിക്കണ്ടേ വണ്ടി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അത് സാരമില്ല, ഞങ്ങളിവിടെ ഇറക്കിയാൽ മതി, എന്നിട്ട് നിങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാം എന്ന് പറയാൻ. അപ്പോൾ പറയും, അത് വേണോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ ബസ്സൊന്നും കിട്ടില്ല, നിങ്ങളൊന്നില്ലെങ്കിൽ അമ്പലപ്പുഴയോ ഒക്കെ പോകേണ്ടി വരും, ബസ് കിട്ടാൻ ആലപ്പുഴ ഇവിടെ കൊല്ലത്തേക്കുള്ള ബസ് കിട്ടാൻ. അപ്പം എന്താ ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേസം പറയുന്നത്, ഇവർ ബസ്സൊക്കെ പിടിച്ച് അവിടെ ചെന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഒത്തിരി വൈകില്ലേ മാമച്ചായ, അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് നമുക്കും കൂടെ അങ്ങോട്ട് പോവാം അല്ലേ എന്ന് അറിയാൻ കേട്ടോ. ശരി, എന്നാൽ പിന്നെ നമുക്കും കൂടെ പോകാം, എന്നിട്ട് തിരിച്ച് വരുന്നവർ ആലപ്പുഴ നമ്മുടെ ഇറങ്ങിയിട്ട് പോവാം, നമ്മുടെ റിലേറ്റീവ്സിനെ കണ്ടിട്ട് തിരിച്ച് പോകാം എന്നറിയാം. അപ്പോൾ അലീന ഇങ്ങനെ പിറുപിറുക്കുകയാണ്, എന്താണ് രേവതിക്കുട്ടിയോട്, അവരുടെ ഒരു നാടകമാണ്, ഒരു നമ്പരാട്ടോ, നമ്മുടെ കൂടെ വരാൻ വേണ്ടി ഇറങ്ങിയതാണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് പറയണം. അപ്പോൾ മാമച്ചൻ ചോദിക്കും, എന്താ അവിടെ ഒരു കുശിപ്പ് എന്ന് പറയുമ്പോൾ, ഞങ്ങളൊന്നും പറയുന്നില്ലേ, നിർത്തി എന്ന് പറയും അലീന. അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പിയായി ജോളിയായിട്ട് അങ്ങനെ പോവുകയാണ് കൊല്ലത്തേക്ക്. അവിടെ ചെന്ന് കാറ് നിർത്തുമ്പോൾ കുറച്ച് പിള്ളേർ ഉമ്മർത്ത് കളിക്കുന്നുണ്ട്, അവർ പെട്ടെന്ന് അങ്ങനെ കാറ് കയറുന്നപ്പോൾ വേഗം അകത്തോട്ട് കയറി പോവുകയാണ്. അതിലിങ്ങനെ കാറ് നിർത്തിയിട്ട് അറിയാം ഇത് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അവിടുന്ന് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ തന്നെ കാറ് മുൻപോട്ടെടുത്ത് നിർത്തി ഒരു പിള്ളേരിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ്, ആ വീടും പരിസരമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്.
അപ്പോഴേക്കും ഇവരും മാമച്ചനും ഇറങ്ങി വരുന്നുണ്ട് കാറിൽ നിന്ന്. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി തിരിച്ച് പോയിട്ട് ഗ്രേസമ്മേനെയും ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒന്ന് കൈ പിടിക്കണം, എന്തോ കാലിനൊരു പ്രശ്നമുള്ളപ്പോൾ കൈ പിടിച്ചിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് പറയും, മോളെ നീ അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടെ പോയി സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വേണ്ടി കുറേ നേരമല്ലേ ഇവിടെ പോയിട്ട് എന്താ കാണാത്തത്, ആ കൊച്ചിന് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തിരഞ്ഞു പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നു. അപ്പം അല്ലല്ല വരുന്നുണ്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു ടെഡി ബെയറും കുറേ ചോക്ലേറ്റോ ഡ്രസ്സോ സ്വീറ്റ്സോ അതൊക്കെ മേടിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ പറയും, സോറി ആൻറ്റി, കുറേ സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എന്നെ തിരിച്ച് അങ്ങനെ സ്നേഹഭവനോ എന്തോ ശാന്തി സ്നേഹതീരോ അങ്ങനെ എന്തോ ഒരു ഇതാണ്. അങ്ങനെ അവിടെ എത്തി അവർ ഇറങ്ങുന്ന സമയത്ത് പറയും, ഇവിടെയാണ് ചിന്നുമോളുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവർക്ക് മോൾക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സും ടെഡി ബെയറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവരിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും, ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളല്ലേ അന്ന് മോളെ ഇവിടെ കൊണ്ടാക്കി പോയത് എന്ന് പറയും. അതേ അറിയാം. ഇപ്പോൾ മദർ സുപ്പീരിയർ വയ്ക്കുമ്പോൾ അവരവിടെ അല്ല, അവിടെയുള്ള മദർ സുപ്പീരിയർ മാനന്തവാടിക്ക് പോയിരിക്കും. ഇപ്പോൾ വേറൊരാളാണ്. പക്ഷെ അവർക്കെല്ലാം അറിയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം, വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പോവുക. അപ്പോൾ അവിടെ ചെന്നിട്ട് പുതിയൊരു മദർ സുപ്പീരിയർ അപ്പോൾ അവിടെ ഇരിക്കാൻ പറയുകയാണ്. ഇരിക്കുന്ന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചിന്നുമോളെ ഇവിടെ അലീന വരുന്നില്ല, ചിന്നുമോളാണ്, രേവതിയാണ് വരുന്നത്, രേവതിക്കുട്ടിയാണ് കൊടുന്നാക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ആരാ ചോദിക്കുക. അപ്പോൾ പറയും, ഞാൻ പാലയിലൊരു വീട്ടിൽ നിൽക്കുകയാണ്, ഒരു അമ്മയെ നോക്കാൻ വേണ്ടി നിൽക്കുക, മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ഇവളുടെ എന്താണ് ലോക്കൽ ഗാർഡിയൻസാണ് എൻ്റെ രേവതിക്കുട്ടിയുടെ. പക്ഷേ അവിടെ ഈ വീട്ടുജോലിയാണെങ്കിൽ പോലും മോളെ നന്നായിട്ട് അവർ സ്വന്തം വളർത്തു മോളെ പോലെയാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ ജീസസ് എന്ന് പറയുന്ന ഒരു ഇക്കാലത്ത് ഇങ്ങനത്തെ ഇത്രയും നല്ല മനസ്സുള്ള ആളുകളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ ഞാനത് VRS എടുത്ത് പോന്നു. പിന്നെ ഗ്രേസമ്മ എന്താ പറയുക ഇതിൽ വർക്ക് ചെയ്യാണ്, BSNL റിട്ടയർ ആയതാണ് അറിയും. പിള്ളേർ വയ്ക്കുമ്പോൾ ഒരു മോനുണ്ടായിരുന്നു, മോൻ മരിച്ചുപോയി. ഒരു മോള് സിസ്റ്ററാണ്, അവർ നൈജീരിയയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ പറയും, മോൻ മരിച്ചു പറയുമ്പോൾ കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ നമുക്കും ഇഷ്ടമുള്ള ആളുകളല്ലേ, പക്ഷെ എന്ത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അവിടുന്ന് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറയും, മോള് വല്ല പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പറയും, അവൾ എന്താണ് രേവതി ചേച്ചിയും രേവതി ആൻറ്റിയും അലീന ആൻറ്റിയും കൂടെ മോളുടെ ബർത്ത്ഡേക്ക് കേക്കും ടോയും മേടിക്കാൻ പോയിട്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു കുട്ടികൾക്ക്. അപ്പോൾ പറയും, നിങ്ങൾ പോയിട്ട് ഞങ്ങൾ പോയി കണ്ടോട്ടെ, ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ അവർക്ക്, കാരണം കുഞ്ഞിനെ കാണാൻ ഓടി വന്നിരിക്കുകയാണ്. അവർ വളരെ പൊടിക്കുഞ്ഞാണ്, ഓടി വന്നിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഇവരെങ്ങനെ കാണുമ്പോൾ മോളിങ്ങനെ ഞെട്ടി ഇവരെങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിണങ്ങി നിൽക്കുന്നൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക മഴ തോരും മുൻപേ എന്ന സീരിയലിലെ കഥ. നല്ല രസമായിട്ടാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പവിത്രം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളൊരു സീരിയലാണ് ഈ മഴ തോരും മുൻപ് എന്നുള്ള കഥ. മാത്രമല്ല ജോയ്സി സാറിൻ്റെ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട് ഞാൻ. അത് കാരണം പണ്ട് മുതലേ വായിക്കുമായിരുന്നു. ആ കഥകൾ എല്ലാം രസമാണ്. ഓരോ വരികളും അതിൽ ഓരോ ഷോർട്സ് എല്ലാം നന്നായിട്ടുണ്ട്. നല്ല കഥയാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് കാണുക, TV തന്നെ കാണണം. അതുപോലെ എൻ്റെ കഥ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കഥയാണ്, നമുക്കെല്ലാം പറയാൻ പറ്റിയെന്ന് വരില്ല, ജസ്റ്റൊക്കെ മിസ്സായതൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.